ഹായ്, ഞാൻ നമ്മുടെ മോഡൽ വൈറൊന്ന് വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിലൊരു ഫുൾ സെൽഫ് ഡ്രൈവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാം നോക്കുക. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ടൊന്നും ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. മുമ്പ് ഞാൻ ഓടിച്ചിരുന്ന വണ്ടി കിടക്കുന്ന ഒരു 10 വർഷമായിട്ട് നമ്മൾ ആ ഇൻഫിനിറ്റി QX60 എന്നുള്ള മോഡലാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ടെസ്ല വൈയുടെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൺട്രോൾസിൽ പോയിട്ട് കാറിൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ പോയിട്ട് ഓട്ടോ പൈലറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഈ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് എന്നുള്ള ഓപ്ഷനിൽ പോകണം. അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ സ്ക്രീനിൽ ഒരു ഗ്രേ കളറിലെ സ്റ്റിയറിംഗിന്റെ പടം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലിവർ താഴോട്ടാക്കി അത് ആക്ടിവേറ്റ് ഓട്ടോമാറ്റിക് ഇതിലാണ്. സോ നമ്മൾ വീട്ടിൽ അഡ്രസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലോട്ട് തന്നെ പോകും. വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ലൈനിൽ കയറി നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുത്താൽ സ്റ്റിയറിംഗിലെല്ലാം അല്ലെങ്കിൽ ഒരു വാണിംഗ് തരും. റെഡ് ലൈറ്റ് വന്നു, വണ്ടി തന്നെ നിൽക്കും. നമ്മൾ ബ്രേക്കൊന്നും ചവിട്ടണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മുടെ വീട്ടിലോട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ. റെഡ് ലൈറ്റ് ആയി, ഗ്രീൻ ആകുമ്പോൾ വണ്ടി തന്നെ എടുക്കുകയോ ഇല്ലെന്ന് നമുക്കറിയാം. നോക്കാം. ഗ്രീൻ ലൈറ്റ് വന്നു, വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാണ്. നമ്മുടെ വീട് മേളിൽ കാണുന്നതാണ് നമ്മുടെ വീട്. ആ മലയുടെ മേളിലാണ് നമ്മുടെ വീടുള്ളത്. സ്ട്രീറ്റിൽ കൂടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റിയറിംഗ് ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. കാറ് തന്നെ ഓട്ടോ സെൽഫ് ഡ്രൈവ് മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ടെസ്റ്റ് ആദ്യമായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. വണ്ടി വാങ്ങിച്ചിട്ട് ഒരു ആഴ്ചയുള്ള വണ്ടി വാങ്ങിച്ചിട്ട് സ്റ്റോപ്പ് സൈൻ വന്നു. വണ്ടി അത് റീഡ് ചെയ്ത് ക്യാമറയിൽ അത് റീഡ് ചെയ്തിട്ട് ഓൾറെഡി വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, അവിടെ നോക്കിയിട്ടു വണ്ടി നേരെ ഫോർവേഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് വണ്ടി കിടപ്പുണ്ട്, നോക്കാം അവരും ചെയ്യുമെന്നുള്ളത്. അവർ ഓക്കെ, അതൊക്കെ വണ്ടി ലെഫ്റ്റോട്ട് മാറിപ്പോകുന്നുണ്ട്. വീണ്ടും ഒരു സ്റ്റോപ്പ് സൈൻ വരുന്നുണ്ട്. ഒരു ലൈൻ കറക്റ്റ്, കാരണം റൈറ്റ് എടുക്കാനുള്ള ലൈനാണ്. അവനവിടെ കയറാതെ കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ മുന്നോട്ട് പോയി സ്റ്റോപ്പ് സൈനിൽ നിൽക്കുന്നു. സ്റ്റോപ്പ് സൈനിൽ വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനാണ് ഇതിന്റെ കൺട്രോളിങ്. പക്ഷെ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് മോഡൽ ട്രൈ ചെയ്യുന്നത്. ഇവിടെ ഒരു കുഴപ്പം, ഒരു വണ്ടി ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്തെങ്കിലും നമുക്ക് നോക്കാം. അവരവിടെ കണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ, അതൊരു ഓക്കെ. വണ്ടി നോക്കി സേഫായിട്ട് തന്നെ അത് കണ്ട തന്നെ മാറി ലൈൻ മാറി കയറുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് നമ്മുടെ വീട്ടിലുള്ള വഴി കൂടെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നു. സോഫർ വണ്ടി വളരെ നല്ലത് കണ്ടോ, നമുക്ക് അത്രയ്ക്ക് പ്രശ്നം തോന്നുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലൈനിന്റെ മിഡിൽ പോർഷനിൽ കൂടെയാണ് പോകുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ എൻട്രൻസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേളിൽ അവിടെ നേരെ കാണുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മേളിൽ കാണുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു എൻട്രൻസ് എന്ന് പറയാം. ഇവിടെ അത്യാവശ്യം നല്ല വളവും ഒരു ചെറിയൊരു കുഴിയൊക്കെ ഉണ്ട്, മലയുടെ ഒരു കുഴിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായിരിക്കണം. സ്റ്റോപ്പ് സൈൻ വന്നു, ഇവിടെ നിർത്തുന്നു. സ്റ്റോപ്പ് സൈനിൽ വെയിറ്റ് ചെയ്യുന്നു. കറക്റ്റായിട്ട് ഒരു സ്റ്റോപ്പ് സൈൻ ക്യാമറയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വളവാണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വളയ്ക്കുന്നുണ്ട്. കറക്റ്റ് സെന്ററിൽ കൂടെ നമ്മൾ വളക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് വളയ്ക്കുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലോട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഗേറ്റിലോട്ട് എത്താറായി. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ചെറിയ വളവും തിരുവൊക്കെയുള്ളൊരു വഴിയാണ്. എനിക്കിതുവരെ ഓടിച്ചിട്ട് അത്ര വലിയൊരു അധികം ട്രാഫിക് സിറ്റുവേഷൻ, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നു എന്നാലും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വളരെ ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കമ്മ്യൂണിറ്റിയിലെ ഗേറ്റ്. ഇവിടെ സ്റ്റോപ്പ് സൈൻ ആയി. എനിക്ക് തോന്നുന്നു എല്ലാവരും മുന്നോട്ട് പോകുമെന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. മുന്നോട്ട് പോയിക്കൊണ്ട് ഗേറ്റിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ എൻട്രൻസിൽ കയറി
അവർ നോക്കട്ടെ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ പുതിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ റോഡൊക്കെ അവരിൽ ഓക്കെ സോഫാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഗുഡ്. ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്ട്രീറ്റിലോട്ട് തിരിയണം വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല, വണ്ടി തന്നെ നമ്മൾ തന്നെ തിരിയുന്നു, കറക്റ്റ് തിരിക്കുന്നു. നമ്മുടെ സ്ട്രീറ്റിൽ കയറി വീടിന്റെ നമ്മുടെ വീടിന് മുന്നിൽ തന്നെ കൊണ്ട് നിർത്തുമോന്ന് അറിയില്ല. അവർ ഓട്ടോ കംപ്ലീറ്റ് അവർ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുന്നേ കൊണ്ടുപോയി നിർത്തുവോ ഇല്ലയോ എന്നുള്ള ഇപ്പൊ അറിയാം. അത് വേറെ നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് ഇന്ന് ഓൾമോസ്റ്റ് ഡ്രൈവിൽ കയറുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ലസ്സി ചിലപ്പോൾ ഡ്രൈവിലും കയറുമോ എന്നറിയില്ല. നോക്കട്ടെ. ലസ്സി ഹൗസ് കൊണ്ടുപോയി ഡ്രൈവിലോട്ട് കയറാനുള്ളത് ട്രൈ ചെയ്യുന്നുണ്ട്. പാർക്ക് ചെയ്ത് തന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് ലസ്സി അവൻ്റെ എന്താ ഉദ്ദേശം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ടേക്ക് ഓവർ ചെയ്ത് നമ്മുടെ ഡ്രൈവറോട് ഞാൻ തന്നെ കയറ്റുകയാണ്. എന്തായാലും അത്യാവശ്യം വീടിന് മുന്നിൽ തന്നെ കൊണ്ട് നിർത്തി. ഞങ്ങളുടെ വീട് കാണുന്ന ആണ് ഇവിടെ വീട്. നമ്മുടെ വീടിൻ്റെ ഇതായിരുന്നു വീട്. ഇവിടെ വീടിൻ്റെ ഡ്രൈവറോട് ഞാൻ കയറുകയാണ്. തന്നെ ഡ്രൈവിൽ കയറിയില്ല, നമ്മൾ തന്നെ ഓടിച്ച് ചെയ്തു. പക്ഷെ അതിന് മുന്നിൽ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഒരു ഫസ്റ്റ് വലിയ പ്രശ്നമില്ലാതെ എത്തിച്ച് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സെൽഫ് ഡ്രൈവിങ്ങിൽ വളരെ കൺട്രോൾ ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, പരിപാടി നന്നായിട്ടുണ്ട്. നമ്മൾ വീണ്ടും പാർക്ക് ചെയ്യണം. ശരിയെന്നാ.